ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടും ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിക്കുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങുവാൻ പോകുന്നത്. അതായത് ശനിയുടെ പ്രതികൂല സ്വാധീനം കുറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആത്മവിശ്വാസവും പുതിയ തുടക്കങ്ങളും സമ്മാനിക്കും. ഏറെ നാളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, അതുപോലെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി നിങ്ങളുടെ ജീവിതം കരകയറും. ചുരുക്കി പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാണ് സംഭവിക്കുവാൻ പോകുന്നത്. കഷ്ടകാലമെല്ലാം അവസാനിച്ച് നിങ്ങൾക്കിനി നല്ല കാലം വന്നു ചേരുന്നു. അതായത് മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുന്ന ശനി 2026 ജൂലൈ 27 രാത്രി 12:59 മുതൽ 137 ദിവസത്തേക്കാണ്, അതായത് 2026 ഡിസംബർ 11 പുലർച്ചെ വരെ വക്രഗതിയിൽ സഞ്ചരിക്കും. ഈയൊരു വക്രഗതി ലോകമെമ്പാടും ദോഷഫലങ്ങൾ സമ്മാനിക്കുമെങ്കിലും ചില പ്രത്യേക നക്ഷത്ര ജാതകർക്ക് അതീവ ദോഷകരമായി മാറും. അതുപോലെ ശനിയുടെ ഈയൊരു വക്രഗതി ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലഘട്ടമായി മാറുകയും ചെയ്യുന്നതാണ്. ഇതിൽ താരതമ്യേന ദോഷാധിക്യം ഉള്ളത് ശനി സഞ്ചരിക്കുന്ന രേവതി ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കാണ്. കൂടാതെ ശനി സംയോജിക്കുന്ന അനിഴം തൃക്കേട്ട മൂലം നക്ഷത്ര ജാതകർക്കും രോഹിണി മകയിരം ഉത്രം അത്തം അശ്വതി ചതയം തുടങ്ങിയ നക്ഷത്ര ജാതകർക്കും ശനിയുടെ ഈയൊരു വക്രഗതി വളരെയധികം പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുള്ള കാലമാണ്. നിലവിൽ പ്രതികൂല ശനിദശാകാലം അനുഭവിക്കുന്ന ആളുകൾ ജാതകത്തിൽ ശനി മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു രാശികളിലുള്ള ആളുകൾക്കും ജനന സമയത്ത് ശനി രാശിസന്ധിയിൽ നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഈയൊരു സമയം പൊതുവെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതായത് നിങ്ങൾക്ക് ഈയൊരു സമയമെന്ന് പറയുന്നത് 137 ദിവസങ്ങളാണ്. ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ദുഃഖ ദുരിത മോചനവും വന്നു ചേരും. അതായത് ശനിയുടെ വക്രഗതി മൂലം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും സ്വപ്നതുല്യമായ നേട്ടങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. അതായത് നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടുന്ന സമയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും ആത്മവിശ്വാസത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം വർധനവുണ്ടാകും. വിവേകപൂർവമായ ഇടപെടലിലൂടെ തന്നെ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെയും ക്ഷമയോടെ പരിഹരിക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈയൊരു 137 ദിവസക്കാലം വളരെയധികം അനുകൂലമായി മാറും. പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും പരസ്പര വിശ്വാസം നിലനിർത്തുന്നത് പ്രധാനമാണ്. ആരോഗ്യപരമായി അമിതമായ മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈയൊരു സമയം നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവനെ ഭജിക്കുക. നാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്.
അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ തൊഴിൽ രംഗത്തായാലും ജീവിതത്തിലായാലും വളരെയധികം വിയർപ്പൊഴുക്കിയിട്ടും അർഹിച്ച രീതിയിലുള്ള അംഗീകാരമോ അതുപോലുള്ള നേട്ടങ്ങളോ യാതൊരു രീതിയിലും ലഭിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായി വരുമാനമുണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ കാരണം സമ്പാദ്യം കുറയുക, അതുപോലെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുക, അതുപോലെ സുഹൃത്തുക്കളോ നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്നോ നിരാശാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുക, മനസ്സിൽ അനാവശ്യമായ ഭയം, ഉത്കണ്ഠ, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മടിപ്പ് എന്നിവ അനുഭവപ്പെടുക, അതുപോലെ ആരംഭിച്ച ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, പൂർത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, ആരോഗ്യപരമായി നിങ്ങൾക്ക് ക്ഷീണം, ഉറക്കക്കുറവ്, തലവേദന, അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കൂടി നിങ്ങളെ ആകെ അലട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവയെല്ലാം മാറും. നിങ്ങളെ ഈശ്വരൻ കൈപിടിച്ചുയർത്തുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങുവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരവും മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അവയെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കുവാനും കഴിയുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കും. അതുപോലെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെ വലിയ ഗുണകരമായി മാറുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കളുടെ സഹായ സഹകരണത്തോടെ ചില പ്രധാന കാര്യങ്ങൾ പൂർത്തിയാക്കുവാനും ഈ ഒരു കാലഘട്ടത്തിൽ കഴിയുന്നതാണ്. വ്യാപാരികളായ ആളുകൾക്ക് പുതിയ ഇടപാടുകളും ലാഭസാധ്യതകളും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പരിശ്രമത്തിനുള്ള മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും പരസ്പര സഹകരണവും വിശ്വാസവും വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും അല്പം ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായി മാറും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾ ആരംഭിക്കുന്ന ഏതൊരു കാര്യങ്ങളിലും അനുകൂലമായ പുരോഗതി കൈവരിക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു 137 ദിവസം. ഈ ഒരു കാലം പ്രാർത്ഥനയും ദൈവവിശ്വാസവും കൈവിടാതെ മനസ്സിന് കൂടുതൽ ശക്തി പകരുന്നത് വളരെയധികം ഗുണകരമായി മാറും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നിവേദിക്കുക. അതുപോലെ തന്നെ പാൽ പായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടും അവസാന നിമിഷത്തിൽ തടസ്സങ്ങൾ നേരിടുകയും കാര്യങ്ങൾ വൈകിപ്പോയിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി, തൊഴിൽ, ബിസിനസ് മേഖലകളിൽ നിങ്ങൾക്ക് ഇതുവരെ പ്രതീക്ഷിച്ച ഒരു ഉയർച്ചയോ അംഗീകാരമോ ലഭിച്ചിട്ടില്ല. അതുപോലെ വരുമാനം ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിച്ചതിനാൽ സാമ്പത്തികമായി വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ബന്ധങ്ങളിൽ അകൽച്ചയും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെയധികം വിയർപ്പൊഴുക്കിയിട്ടും അതിന് തക്ക പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതിനാൽ ജീവിതം തന്നെ മടുത്തു തുടങ്ങിയ നിങ്ങൾക്ക് ഈശ്വരൻ വഴികാട്ടിയായി മാറുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുക. പൊതുവെ നിങ്ങൾക്കെല്ലാ രീതിയിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും. പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുകയും ചെയ്യും. ഏറെ നാളായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈയൊരു കാലത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. അതിനുള്ള അനുകൂല സാഹചര്യങ്ങളും ഉദയം ചെയ്യും. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം ഉന്നമനമുണ്ടാകും. അപ്രതീക്ഷിത ധനഭാഗ്യം, അതായത് ലോട്ടറി, ചിട്ടി പോലുള്ള
അപ്രതീക്ഷിത ധനഭാഗ്യമുണ്ടാകും. വിവേകപൂർവമായ ഇടപെടലിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അലയടിക്കും. അതുപോലെ ബന്ധുക്കളുടെ സഹകരണത്തോടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ പരിശ്രമത്തിനൊത്ത ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധത്തിലും പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാം. യാത്രകൾ വേണ്ടിവരും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യമുണ്ടാകും. ഭൂമി വിൽപ്പനയിൽ തീരുമാനം ഭവിക്കുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിലുള്ള ആളുകൾക്ക് ധനനേട്ടവും പ്രതീക്ഷിക്കാം. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര നാമജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. പൊതുവെ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും പിന്തുണയും വന്നുചേരും. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും ഇത് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടും. അതുപോലെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുമായുള്ള സൗഹൃദവും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക്, മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ പരിശ്രമത്തിനൊത്ത നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധത്തിലും പരസ്പര വിശ്വാസവും ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ ക്ഷീണവും ഉറക്കവും ഒഴിവാക്കി വിശ്രമത്തിന് സമയം കണ്ടെത്തുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. അതുപോലെ വാഹനം മാറ്റി വാങ്ങുവാൻ കഴിയും. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. മാനസികമായി ഉണ്ടായിരുന്ന എല്ലാവിധ പിരിമുറുക്കങ്ങളും കുറയുന്നതാണ്. നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യമാണെങ്കിലും അതിൽ പരിപൂർണമായ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ദേവീ ഭജനം നടത്തുക. അതുപോലെ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിച്ച് ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ ജോലികളിൽ വളരെയധികം തിടുക്കം കാണിക്കാതെ ആലോചിച്ചെടുക്കുന്ന ഓരോ തീരുമാനവും വളരെയധികം ഗുണപ്രദമായി മാറുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കും. അതുപോലെ അപ്രതീക്ഷിത ചെലവുകൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഈയൊരു കാലം വളരെയധികം അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധത്തിലും തുറന്ന രീതിയിലുള്ള ആശയവിനിമയം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ക്ഷീണം, ഉറക്കക്കുറവ്, മാനസികമായ സമ്മർദ്ദം എന്നിവ അവഗണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈയൊരു സമയത്തിൻ്റെ പകുതി മുതൽ എല്ലാവിധ കാര്യങ്ങളിലും പുരോഗതി വളരെയധികം ദൃശ്യമാകും. പ്രാർത്ഥനയും ദൈവവിശ്വാസവും നിങ്ങൾക്ക് ഈയൊരു കാലത്തിൽ ശാന്തിയും ആത്മാവിൻ്റെ ആശ്വാസവും പകരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളു പായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങളെല്ലാം മാറുന്നു. ദോഷ ദുരിതങ്ങൾ നീങ്ങി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഈയൊരു സമയത്ത് ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമമുണ്ടാകും. അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യമുണ്ട്. വാഹന ലാഭത്തിനുള്ള യോഗമുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും.
പ്രണയബന്ധങ്ങൾക്ക് കുടുംബക്കാരിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. അതുപോലെ മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിനി ആശ്വസിക്കാൻ കഴിയുന്ന കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ദൃശ്യമാകും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. അതുപോലെ പല രീതിയിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടും. കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പേരും വർദ്ധിക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിറവേറുന്ന സമയമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങൾക്ക് ശാന്തി ഉണ്ടാകും. അതുപോലെ പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. അതുപോലെ പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദോഷഫലങ്ങളിൽ നിന്നും വളരെ വലിയ ആശ്വാസം ലഭിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം നിങ്ങളുടെ പ്രധാന തൊഴിലിൽ നിന്നും മാറിയിരുന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന സമയമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ മുൻപ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിറവേറി കിട്ടുന്നതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സമയത്ത് ബന്ധുഗുണവും വന്നു ചേരും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. രോഗദുരിതങ്ങളിൽ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസമുണ്ടാകും. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രധാന തൊഴിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. അതുപോലെ പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ബന്ധുക്കൾ വഴി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കുന്നതാണ്. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, വിദേശ യാത്ര എന്നിവയെല്ലാം ഫലവത്തായി മാറുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഒന്നിലധികം ധനമാർഗങ്ങളിലൂടെ വരുമാന വർധനവുണ്ടാകും. ദോഷദുരിതങ്ങൾ നീങ്ങി ജീവിതത്തിലും തൊഴിലിലും നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ചയുണ്ടാകും. വാഹന ലാഭത്തിനുള്ള യോഗമുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. അതുപോലെ മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറി കിട്ടുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.